ഉള്ള പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് മുറിച്ച് നമുക്ക് ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ചട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. എന്നിട്ട് ആ പുളിയും കൂടെ പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ഗ്ലാസ്സോ അല്ല 1.5 ഗ്ലാസ്സോ വെള്ളം വെച്ച് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ എരിവൊന്ന് അല്പം ഒന്ന് കുറച്ചതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും, പിന്നെ ചെറിയുള്ളിയാണ് മുറിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 5 ചെറിയുള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ അത്യാവശ്യം ഒരു മുറി തേങ്ങ തന്നെ വേണം, എന്നാൽ തേങ്ങയുള്ളി കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ടിട്ട് ചെറിയ ഉള്ളി ഒരു 5-6 ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഈ തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതേപോലെ മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. മീൻ ഇട്ടിട്ടും ഒരു 3 മിനിറ്റോളം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ മീനൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. എന്നിട്ട് വേണം ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് തേങ്ങ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലല്ലാതെ ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ മീനിലേക്ക് ഈ കൂട്ടൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കാവുന്നതാണ്. എന്നിട്ട് മീനൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രം ഒന്ന് ഈ മീൻ ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു വറവ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് കടുക് 1 ടേബിൾ സ്പൂണ്, പിന്നെ ചെറിയ ഉള്ളി ഒരു 5-6 ഇട്ടിട്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതേപോലെ മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. വറവ് മസ്റ്റാണ്, അത് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ഈ വറവ് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സ്രാവ് കറിയാണിത്. നമുക്ക് ചോറിൻ്റെ